ഡബിൾ ഹെൽത്തിയായ ചുണ്ട് തോരൻ റെഡി ആയിരിക്കുകയാണ്. ഒരു ഹെൽത്തി ചുണ്ട് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഹെൽത്തി ആയത് ഇൻറ്റൻഷനലി ഒന്നുമല്ല, കുറച്ച് വൻപയർ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അത് 2 ദിവസം കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ നല്ലപോലെ മുളച്ചിരിക്കുന്നു. എന്നാൽ പിന്നെ നമുക്ക് പിന്നെ ഹെൽത്തി ആക്കി കളയാമെന്ന് വിചാരിച്ചു. ഒരു ചുണ്ട് അതിൻ്റെ കട്ടിയുള്ള ഭാഗങ്ങളെല്ലാം എടുത്ത് കളഞ്ഞിട്ട് വെച്ചിരിക്കുകയാണ്. അതിന് അരിയണം. പിന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, ഒരു 5-6 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു തണ്ട് കറിവേപ്പില, 1/2 കപ്പോളം തേങ്ങ ചിരണ്ടിയത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ നമുക്ക് വേണ്ടത് കടുക്, ഉഴുന്ന്, വെളിച്ചെണ്ണ, ഇതൊക്കെയാണ്. അപ്പം ഞാൻ ഈ ചുണ്ടൊന്ന് അരിഞ്ഞിട്ട് വരാം. ചുണ്ട് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. പാൻ ചൂടായി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി കഴിയുമ്പം നമുക്ക് 1 പിടി ഉഴുന്നിട്ടിട്ട് ഒന്ന് മൂപ്പിക്കാം. ബ്രൗൺ കളറായി വരുമ്പം കടുകും കൂടെ ഇട്ട് നമുക്ക് പൊട്ടിക്കാം. അയ്യോ, കരിഞ്ഞു പോയോ? കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്കിതിനകത്തോട്ട് സവോളയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് ഇത് ചെറുതായിട്ട് മൂത്ത് വരുമ്പം തേങ്ങയും മഞ്ഞളും കൂടെ ചേർത്ത് അതും ഒന്ന് ചെറുതായിട്ട് മൂപ്പിക്കാം. ഭയങ്കര സിമ്പിളായിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തോരനാണ്. ഇതിനകത്ത് ഏറ്റവും മെനക്കെട്ട പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അരിഞ്ഞെടുക്കലാണ്. ഈ ചുണ്ട് അരിഞ്ഞെടുക്കലാണ് ഏറ്റവും വലിയ മെനക്കെട്ട പണി. ഇപ്പം ചുണ്ട് ഇത് ചെറുതായിട്ട് തേങ്ങയൊക്കെ ഒന്ന് മൂത്ത് കഴിയുമ്പം ഈ ചുണ്ട് വെള്ളത്തിൽ നിന്ന് മാറ്റിയിടാം. ചുണ്ട് വെള്ളത്തിൽ തന്നെ ഇടണം ആദ്യം, ഇല്ലെങ്കിൽ ഇത് കറുത്തു പോവും. അപ്പം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ചുണ്ട് അരിഞ്ഞ് വെള്ളത്തിൽ ഇടണം. എന്നിട്ട് ഈ പയറും കൂടെ ഇട്ടിട്ട് ഉപ്പും ഇട്ട് വേവിക്കാൻ വെക്കുക. അത്രേ ഉള്ളൂ ഇതിൻ്റെ കഥ. ഇനി നമുക്കൊരൽപ്പം ഉപ്പിടാം. ഇത് ഭയങ്കര സിമ്പിളായിട്ട് വെന്ത് വരുന്ന, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ്. നല്ല ഹെൽത്തിയുമാണ്. വെള്ളമൊന്നും ഒഴിക്കേണ്ട ഒരു കാര്യവുമില്ല. ഇതിൻ്റെ ഈർപ്പത്തിൽ തന്നെ ഇരുന്ന് വെന്തോളും. ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച് ഒരല്പസമയം വേവിക്കാം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. വെള്ളം ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. സാധാരണഗതിയിൽ വെള്ളത്തിൻ്റെ ആവശ്യം വരില്ല, പക്ഷെ ഒന്ന് ചെക്ക് ചെയ്യുക. ഇതൊന്ന് പകുതി വേവാകുമ്പം ഈ കറിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയുടെ ഫ്രഷ് ഫ്ലേവർ നല്ലപോലെ കറിയിലുണ്ടാവും. ഇളക്കി യോജിപ്പിച്ച് മൂടി വയ്ക്കാം. റെഡിയായിട്ടുണ്ട്. കറക്റ്റ് പാകത്തിന് വെന്തിട്ടുണ്ട്. ചുണ്ട് ഏതായാലും ഹെൽത്തിയാണ്. അതിൻ്റെ കൂടെ മുളപ്പിച്ച പയറും കൂടി ഇട്ടപ്പോഴത്തേക്കും ഡബിൾ ഹെൽത്തി ആയ ഒരു ചുണ്ട് തോരൻ റെഡിയായി.